ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് മാത്രം 6 പേരാണ് മത്സര രംഗത്തുള്ളത്. ശ്വേതാ മേനോനും ജഗദീഷും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സംഘടനാ തിരഞ്ഞെടുപ്പ് മാറിയതോടെ താരങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമായി. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ താരസംഘടനയിൽ ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് ഇതാദ്യമാണ്. സംഘടനാ തലപ്പത്ത് വളരെ സ്വീകാര്യരായ സീനിയർ നടന്മാരെ തിരഞ്ഞെടുക്കുന്നതും ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് അധ്യക്ഷനെ തീരുമാനിക്കുന്നതുമായിരുന്നു കീഴ്വഴക്കം. എന്നാൽ കഴിഞ്ഞ മാസം നടന്ന ജനറൽ ബോഡിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം മോഹൻലാൽ അധ്യക്ഷനായും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായും ഭാരവാഹിയുമായുമുള്ള ഭരണസമിതി അമ്മയെ നയിക്കാനായി എത്തിയിരുന്നുവെങ്കിലും പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചില താരങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണവും കാരണം സംഘടനയിൽ അഴിച്ചുപണികൾ ഉണ്ടായി. ആരോപണം നേരിട്ട് സിദ്ദിഖ് രാജിവെച്ചതിനെ തുടർന്ന് ആ പദവിയിലെത്തിയ ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നതോടെ അമ്മ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിടാനും പകരം താൽക്കാലിക ഭരണസമിതിയായി തുടരാനും തീരുമാനമായി. സംഘടനയുടെ തലപ്പത്ത് തുടരാൻ താല്പര്യമില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം. രവീന്ദ്രൻ, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവരും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തു നിന്നും മാറാനാണ് സാധ്യത. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ചർച്ചയും സജീവമാണ്. അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഒരു വനിത വരട്ടെ എന്ന നിലപാടിലാണ് സൂപ്പർ താരങ്ങൾ. സുരേഷ് ഗോപിയും ജഗദീഷ് പിന്മാറണമെന്ന നിലപാടിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിൽ വിയോജിപ്പുണ്ടായ വേളയിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച താരമാണ് ജഗദീഷ് എന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീവിരുദ്ധ നിലപാടുള്ള താരങ്ങൾ അമ്മ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നതിന് ശക്തമായി എതിർക്കുമെന്നായിരുന്നു ജഗദീഷിന്റെ നയം. അതിനാൽ ശ്വേതാ മേനോനെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കാനുള്ള നീക്കമുണ്ടായാൽ പിന്മാറാമെന്ന് ജഗദീഷ് സൂപ്പർ താരങ്ങളെ അറിയിക്കുകയായിരുന്നു.